ഡിയേഴ്സ്, എല്ലാവർക്കും ദിജോസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഒരുപാട് നാളുകളായിട്ട് പ്രഗ്നൻസി ട്രൈ ചെയ്യുന്നവർ ഫിസിക്കൽ കോണ്ടാക്ട് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യത്തിനെ പറ്റിയിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്കത് എന്താണെന്ന് നോക്കാം. വീഡിയോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഒരുപാട് പേര് കമൻസിൽ വന്ന് പറയുന്ന കാര്യമാണ്, ചേച്ചി ഫിസിക്കൽ കോണ്ടാക്ട് ചെയ്യുന്ന സമയത്ത് കൃത്യമായിട്ട് ചെയ്യുന്നുണ്ടെങ്കിലും റെസ്റ്റ് എടുക്കുന്നുണ്ടെങ്കിലും എഴുന്നേറ്റ് കഴിയുമ്പോഴേക്കും സെമൻ ലീക്കേജ് ഉണ്ടാവുന്നു, അല്ലെങ്കിൽ ഹസ്ബൻഡിന് കൗണ്ട് കുറച്ച് കുറവാണ്, മോട്ടിലിറ്റി കുറച്ച് കുറവാണ്, പക്ഷേ കോണ്ടാക്ട് ചെയ്ത് കഴിയുമ്പോഴേക്കും സെമൻ പുറത്തേക്ക് തിരിച്ചു പോരുന്നുണ്ട്. ഇതിനർത്ഥം പ്രഗ്നൻസി ആകുന്നില്ല എന്നാണോ? അതൊന്ന് ക്യൂർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്ന് ഒരുപാട് പേര് കമൻസിൽ വന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ നമുക്ക് ഇതിനെപ്പറ്റി ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. അത് നമുക്ക് എങ്ങനെ ക്യൂർ ചെയ്യാമെന്നും എങ്ങനെ മാക്സിമം സെമൻ അകത്തേക്ക് നമുക്ക് കടത്തി വിടാമെന്നുള്ള കാര്യം ഇന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാം കേട്ടോ. തുടക്കത്തിലേ പറയാം, ഇങ്ങനെയുള്ള വീഡിയോസ് ചെയ്യുന്നത് കൊണ്ട് നെഗറ്റീവ് കമൻസ് വരാനായിട്ട് സാധ്യത കൂടുതലാണ്. ഫിസിക്കൽ കോണ്ടാക്ട്, ഇന്റർ കോഴ്സ്, സെക്സ് ഇങ്ങനെയുള്ള വീഡിയോസിനെ പറ്റിയിട്ട് കമൻസ് ധാരാളം താഴെ വരും. അതായത് ഭയങ്കര വൾഗർ ആയിട്ടുള്ള കമൻസ് ആയിരിക്കും താഴെ വരുന്നത്. അങ്ങനെയുള്ള കമൻസ് എന്തെങ്കിലും കണ്ടു കഴിഞ്ഞ് നിങ്ങൾക്ക് കാണുന്നുണ്ടെങ്കിൽ നിങ്ങളത് മുഴുവൻ വായിക്കാനായിട്ട് നിൽക്കരുത്. ഫസ്റ്റ് ഒരു ലൈൻ വായിക്കുമ്പോൾ തന്നെ ഇതിൻ്റെ എത്രത്തോളം വൾഗറാണെന്ന് നിങ്ങൾക്ക് അറിയാനായിട്ട് പറ്റും. അത് ജസ്റ്റ് ആ കമൻറ്റ് എടുത്തിട്ട് റിപ്പോർട്ട് അടിച്ച് ചാനൽ അങ്ങോട്ട് ബ്ലോക്ക് ചെയ്ത് വിടാം കേട്ടോ. കാരണം അത് മൊത്തം വായിച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഒരു ദിവസം മൊത്തം അങ്ങോട്ട് പോകും. അതുകൊണ്ടാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് തുടങ്ങാം. ഓവുലേഷൻ സമയത്ത് പ്രഗ്നന്റ് ആകാനായിട്ടുള്ള സാധ്യത വർദ്ധിപ്പിക്കണമെങ്കിൽ നിങ്ങൾ എപ്പോഴാണോ കൃത്യം ഓവുലേഷൻ ഡേറ്റ് വരുന്നത് ആ ദിവസം മാത്രം ചെയ്യാതിരിക്കുക. എപ്പോഴാണോ നിങ്ങളുടെ ഫെർട്ടൈൽ വിൻഡോ വരുന്നത്, അതായത് ഓവുലേഷൻ നടക്കുന്നതിനേക്കാൾ ഒരു 3-4 ദിവസമൊക്കെ മുൻപ് നിങ്ങൾ കോണ്ടാക്ട് ചെയ്ത് തുടങ്ങുക. ഒരുപാട് പേർക്ക് ഡെയിലി ചെയ്യാനായിട്ട് താല്പര്യം ഉണ്ടാകും. അങ്ങനെയുള്ളവർ ഡെയിലി ചെയ്യുക. അല്ലാത്തവർ, ഇപ്പോൾ വർക്ക് പ്രഷറൊക്കെ കഴിഞ്ഞ് വരുന്നവരും ടയേർഡായിട്ട് ബെഡിലോട്ട് വീഴുന്നവരൊക്കെ ആയിട്ടുള്ള ആളുകൾക്ക് എല്ലാ ദിവസവും ഒന്നും ചെയ്യാനായിട്ട് താല്പര്യം ഉണ്ടാവില്ല. അങ്ങനെ താല്പര്യം ഇല്ലാതെ ഇഷ്ടപ്പെട്ട് നമ്മൾ കഷ്ടപ്പെട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരിക്കലും ആ ഒരു പ്രോസസ്സിനെ നമുക്ക് എൻജോയ് ചെയ്യാനായിട്ടും അതിൻ്റെ ഫുൾ ഔട്ട്പുട്ട് നമുക്ക് കൊണ്ടുവരാനായിട്ടും സാധിക്കില്ല. അങ്ങനെയുള്ളവരെ ഓൾട്ടർനേറ്റീവ് ഡേയ്സിൽ, അതായത് ഒന്നിടവിട്ട് നിങ്ങൾ കോണ്ടാക്ട് ചെയ്ത് തുടങ്ങുന്നത് പ്രഗ്നൻസി ആകാനായിട്ടും സഹായിക്കും. സാധാരണയായിട്ട് സെമൻ ഇജാക്കുലേഷൻ സംഭവിക്കുന്ന ആ ഒരു പീക്ക് മൊമെന്റിൽ നമുക്ക് ഇജാക്കുലേഷൻ സംഭവിച്ച് അകത്തേക്ക് പ്രവേശിക്കുന്നത് മില്യൺസ് ഓഫ് സ്പേം സെൽസ് ആണ്. നമ്മൾ ഉദ്ദേശിക്കുന്നതിനേക്കാളും കോടിക്കണക്കിന് സ്പേം സെൽസ് ആണ് അകത്തേക്ക് പ്രവേശിക്കുന്നത്. ഈ പോകുന്ന പോക്കിന് ഒരുപാട് സെമൻ അവിടെ നമുക്ക് നഷ്ടമായി പോകും. അത് നഷ്ടമാകുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലതൊക്കെ നമ്മുടെ ശരീരം തന്നെ അകത്തേക്ക് കയറുന്നതിനെ നശിപ്പിക്കും. ചിലവർ ആ പോകുന്ന പോക്കിൽ തന്നെ നശിച്ചു പോകും. ചിലതെന്ന് പറയുന്നത് എഗ്ഗിനെ വെയിറ്റ് ചെയ്ത് നിൽക്കുമ്പോഴേക്കും നശിച്ച് ഇല്ലാണ്ടായി പോകും. അങ്ങനെയൊക്കെയാണ് ഇത് സംഭവിക്കുന്നത്. അതിലേയും കടന്ന് ഏകദേശം വല്ല 1000s അല്ലെങ്കിൽ 10,000s ഒക്കെ ആയിരിക്കും അകത്തേക്ക് പ്രവേശിച്ച് പോകുന്നത്. അങ്ങനെയുള്ള സെമന്റെ തോത് വർദ്ധിപ്പിക്കണമെങ്കിൽ നമ്മൾ ഫിസിക്കൽ കോണ്ടാക്ട് റെക്കറന്റ് ആയിട്ട് തന്നെ ചെയ്തിരിക്കണം. ഒരുപാട് പേര് പറയുന്നുണ്ട് കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് സെമൻ പുറത്തേക്ക് പോരുന്നുണ്ടെന്ന്. അതായത് നമ്മളിപ്പോൾ വാഷ്റൂമിലോട്ട് പോകുന്ന അവസരങ്ങളിലോ അല്ലെങ്കിൽ കോണ്ടാക്ട് കഴിഞ്ഞ് എഴുന്നേക്കുന്ന അവസരങ്ങളിലോ ഒക്കെ സെമൻ പുറത്തേക്ക് ലീക്കായിട്ട് പോകുന്നുണ്ടെന്ന് ഒരുപാട് പേര് പറയുന്നുണ്ട്. അങ്ങനെയുള്ളവർ ഇപ്പോൾ നിങ്ങൾ ഓപ്റ്റ് ചെയ്യുന്ന പൊസിഷൻ നിങ്ങളുടെ മെൻ ടോപ്പിൽ വരുന്ന പൊസിഷൻ ആണെങ്കിൽ, മാൻ ഓൺ ദ ടോപ്പ്, ആ ഒരു പൊസിഷനാണ് നിങ്ങൾ ഓപ്റ്റ് ചെയ്യുന്നതെങ്കിൽ ആ ഒരു പൊസിഷനിൽ നിങ്ങൾ കിടക്കുമ്പോഴേക്കും അതിനടിയിലായിട്ട് നിങ്ങൾ പില്ലോ വെക്കുക. നിങ്ങളുടെ ഹിപ്പിനടിയിലായിട്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ ബട്ടക്സ് ഒന്ന് പൊങ്ങുന്ന രീതിക്കോ നിങ്ങൾ പില്ലോ വെക്കുക. ഫ്ലാറ്റ് ആയിട്ടുള്ള ഒരു തലേന എടുത്തിട്ട്, ഒരിക്കലും 2-3 തലേന എടുത്ത് നിങ്ങൾ വെക്കാനായിട്ട് പാടില്ല. നിങ്ങൾക്ക് ആ ഒരു പൊസിഷൻ കംഫർട്ടബിൾ ആയിരിക്കില്ല. നിങ്ങൾക്ക് ഒരിക്കലും ആ ഒരു പ്രോസസ്സ് എൻജോയ് ചെയ്യാനായിട്ട് സാധിക്കില്ല. അതുകൊണ്ട് 2-3 തലേണ എന്ന് വെക്കരുത്. ഒരേ ഒരു തലേണ, നിങ്ങൾ ജസ്റ്റ് ആ ഹിപ്പ് ഒന്ന് പൊങ്ങണം, അത് മാത്രമേ അതിൻ്റെ പർപ്പസ് ഉള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങൾ ആ ഒരു ബട്ടക്സിനടുത്തായിട്ട് ഇത് വെക്കുമ്പോഴേക്കും നിങ്ങൾക്ക് തന്നെ, നിങ്ങളിപ്പോൾ ഞാൻ ഈ വീഡിയോ പറയുന്ന പൊസിഷനിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കേട്ടിട്ട് നിങ്ങളതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളങ്ങനെ കിടക്കുമ്പോഴേക്കും നിങ്ങളുടെ മേപ്പോട്ടുള്ള ബോഡി, അപ്പർ ബോഡി ഒരു സ്ലോപ്പിലോട്ട് പോവുകയും നിങ്ങളുടെ ആ ഒരു ലോവർ ആയിട്ടുള്ള പോർഷൻ ഒന്ന് പൊങ്ങുകയും ചെയ്യും. അങ്ങനെ പൊങ്ങുന്ന സമയത്ത് നിങ്ങൾ മാൻ ഓൺ ദ ടോപ്പ് പൊസിഷൻ എടുക്കുന്ന സമയത്ത് ആ ഒരു സ്ലോപ്പ് കൃത്യമായിട്ട് കിട്ടും. ഗ്രാവിറ്റി ഫോഴ്സ് അനുസരിച്ചിട്ട് ആ ഒരു സ്ലോപ്പ് കൃത്യമായിട്ട് പോകാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ ഹിപ്പിൽ ആ ഒരു ഭാഗത്തായിട്ട് പില്ലോ വെക്കാനായിട്ട് പറയുന്നത്. പ്രഗ്നൻ്റ് ആകാൻ ട്രൈ ചെയ്യുന്ന സമയത്ത് പെർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു പൊസിഷൻ ഓപ്റ്റ് ചെയ്യാനായിട്ട് ഒരിക്കലും പറയില്ല. പക്ഷേ ആ ഒരു എക്സാക്റ്റ് ആയിട്ടുള്ളൊരു ഓവുലേഷൻ ഡേ വരുന്ന ദിവസം ഈ ഒരു പൊസിഷൻ, അതായത് മാൻ ടോപ്പിൽ വരുന്ന പൊസിഷനോ അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു ലെഗ്സ് ആ ഒരു പുരുഷൻ്റെ ഷോൾഡറിൽ വരുന്ന പൊസിഷനോ നിങ്ങൾ എടുക്കുന്നത് പ്രത്യേകിച്ച് കൂടുതൽ സ്പേം സെൽസ് അകത്തേക്ക് പ്രവേശിക്കാൻ വേണ്ടിയിട്ട് സഹായിക്കും. ആ ഒരു മെത്തേഡ് നിങ്ങൾ ഫോളോ ചെയ്യുക.
ഹിപ്പിൽ ആ ഒരു തലയണ വെക്കുമ്പോഴേക്കും ആ ഒരു ഗ്രാവിറ്റി ഫോഴ്സാണ് അവിടെ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നത്. ഇനിയിപ്പോൾ ആ ഒരു പൊസിഷനിൽ നിങ്ങൾ കിടക്കുന്നുണ്ടെങ്കിൽ കൂടി തന്നെയും ഫിസിക്കൽ കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾ എങ്ങനെയാണോ എന്താ പറയുക ഫിസിക്കൽ കോണ്ടാക്ട് കഴിഞ്ഞിട്ട് നേരെ നിങ്ങൾ നിവർന്നങ്ങോട്ട് കിടക്കുക. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ചരിഞ്ഞ് കിടക്കണമെങ്കിൽ ചരിഞ്ഞോ, അല്ലെങ്കിൽ ലെഗ് അപ്പ് ദ വോൾ പൊസിഷൻ ഓപ്റ്റ് ചെയ്യണമെങ്കിൽ അതോ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. നിങ്ങൾ എവിടെയാണോ കോണ്ടാക്ട് ചെയ്യുന്നത് അതിനടുത്തേക്കുള്ള വാളിലോട്ട് പോയിട്ട്, അതായത് മതിലിലോട്ട് പോയിട്ട് നിങ്ങൾ കാല് ഉയർത്തി വെക്കുക. നടന്നു പോകുന്നതിനേക്കാളും നല്ലത് നീങ്ങി പോകാനായിട്ട് പറ്റുന്നുണ്ടെങ്കിൽ ആ ഒരു പൊസിഷൻ നിങ്ങൾ എടുക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് പിന്നീട് ചെയ്യാൻ കഴിയുന്ന ഒരു ടിപ്പ് എന്ന് പറയുന്നത്, ആ ഒരു ഇജാക്കുലേഷൻ നമുക്ക് സംഭവിക്കുകയുള്ളൂ, സെമൻ അകത്തേക്ക് പ്രവേശിക്കുകയുള്ളൂ. ആ പ്രവേശിച്ചിട്ട് ഒരു 1-2 മിനിറ്റ് ആ ഒരു പൊസിഷൻ നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യുക. കാരണം ആ ഫുള്ളായിട്ട് പുറത്തേക്ക് പോകുന്നതിന് വേണ്ടിയിട്ടാണ്. നമ്മൾ ആ ഒരു ഫോഴ്സിൽ ഫുള്ളായിട്ട് അകത്തേക്ക് പോയിട്ട് പെട്ടെന്ന് ആ ഒരു മെയിൽ ഓർഗൻ പുറത്തേക്ക് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഒരു കുറച്ചങ്ങോട്ട് പോയത് തിരിച്ചിങ്ങോട്ട് വരാനായിട്ട് സാധ്യത കൂടുതലാണ്. അപ്പോൾ അതൊന്ന് തടയാൻ വേണ്ടിയിട്ട് ആ ഒരു പ്രോസസ്സ് കഴിഞ്ഞിട്ട് ഒരു 1-2 മിനിറ്റ് ആ ഒരു പൊസിഷനിൽ നിങ്ങൾ കുറച്ച് നേരം ഒന്ന് റിലാക്സ് ചെയ്യുക. അതിനുശേഷം ആ ഒരു രണ്ടുപേരും സെപ്പറേറ്റ് ആവാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു 15 മിനിറ്റെങ്കിലും ബെഡിൽ കിടക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഒരു 5-10 മിനിറ്റ് കഴിഞ്ഞിട്ട് ഉടനെ എഴുന്നേറ്റ് നമ്മൾ വാഷ്റൂമിൽ പോകേണ്ട ആവശ്യമില്ല. കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് ചെയ്തിട്ട് വാഷ്റൂമിൽ പോവുക. പിന്നെ ഇതെല്ലാം നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാലോ, ലെഗ് അപ്പ് ദ വോൾ ചെയ്യുന്നുണ്ടെങ്കിലോ, ഹിപ്പിൻ്റെ ഇടയിൽ തലയണ വെക്കുന്നുണ്ടെങ്കിലോ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും കാര്യങ്ങൾ നിങ്ങൾ ചെയ്താലും കുറച്ച് സെമൻ പുറത്തേക്ക് വരുന്നത് നോർമലാണ്. കാരണം മില്യൺസ് അകത്തേക്ക് പോകുമ്പോഴേക്കും അതിലെല്ലാം തന്നെ എഫിഷ്യൻ്റ് ആയിട്ടുള്ളത് ആയിക്കൊള്ളണമെന്നില്ല. കുറച്ച് പവർ കുറഞ്ഞിട്ടുള്ളതും അതുപോലെ തന്നെ കാപ്പബിലിറ്റി കുറഞ്ഞിട്ടുള്ളതുമായിട്ടുള്ള സെമൻ ഉണ്ടാകും. അത് പുറത്തേക്ക് വരിക തന്നെ ചെയ്യും. ആ ഒരു പ്രോസസ്സാണ് അപ്പോൾ നമുക്ക് പുറത്തേക്ക് പോകുന്നത്. പിന്നെ എല്ലാവരും കൺഫ്യൂസ്ഡ് ആവുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ വാഷ്റൂമിൽ പോയിട്ട് ഇരുന്നിട്ട് ആ പ്രൈവറ്റ് പാർട്ടൊക്കെ ക്ലീൻ ചെയ്യുന്ന സമയത്ത് പലരും കൺഫ്യൂസ്ഡ് ആവാറുണ്ട്. കുറച്ച് സെമൻ പുറത്തേക്ക് പോകുന്നുണ്ടല്ലോ, അതപ്പോൾ മുഴുവനായിട്ട് പോവുകയാണോ എന്ന് പലരും കൺഫ്യൂസ്ഡ് ആവാറുണ്ട്. നമ്മൾ ഫിസിക്കൽ കോണ്ടാക്ട് ചെയ്യുമ്പോഴേക്കും ആ ഒരു ഓർഗാസം സ്ത്രീക്ക് അതിൻ്റെ പീക്കിലോട്ട് എത്തിക്കഴിഞ്ഞാൽ നമുക്കും വജൈനൽ ഡിസ്ചാർജ് സംഭവിക്കും. അതായത് നമുക്ക് സെർവിക്കൽ മ്യൂക്കസ് ഉണ്ടാകും. പച്ചമുട്ടയുടെ വെള്ള പോലെയുള്ളതോ മിൽക്കി വൈറ്റ് ആയിട്ടുള്ള ഡിസ്ചാർജ് നിങ്ങൾക്ക് കൂടുതൽ കാണാനായിട്ട് തുടങ്ങും. അപ്പോൾ ഇതും ആ ഒരു സെമനും കൂടി മിക്സ് ആയിട്ട് വരുമ്പോഴേക്കും നമുക്ക് പുറത്തേക്ക് പോകുന്നതിൻ്റെ അളവ് കൂടുതലായിരിക്കും. നിങ്ങളപ്പോൾ ക്ലീൻ ചെയ്യുന്ന സമയത്ത് നമുക്കത് കയ്യിൽ ആ ഒരു സാധനം നമുക്ക് ആ ഒരു ലിക്വിഡ് നമുക്ക് കിട്ടുമ്പോഴേക്കും നിങ്ങൾ തെറ്റിദ്ധരിക്കുന്നത് ഇത് കൂടുതലായിട്ട് പോകുന്നത് സെമൻ ആണെന്നാണ്. ആ രീതിക്ക് നിങ്ങൾ തെറ്റിദ്ധരിക്കൊന്നും വേണ്ട കേട്ടോ. കാരണം പോകുന്നത് കുറച്ചായിരിക്കും പോകുന്നത്, പക്ഷെ നിങ്ങൾ കൺഫ്യൂസ്ഡ് ആവുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഈ 3-4 കാര്യങ്ങൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് സെമൻ അകത്തേക്ക് പ്രവേശിക്കുന്നതിൻ്റെ അളവ് കൂട്ടാനും പ്രഗ്നൻസി ആകാനായിട്ടും അത് സഹായിക്കും. നിങ്ങളിപ്പോൾ ഇത് ഇത്രയും കാര്യങ്ങളൊന്നും ചെയ്തില്ലെങ്കിലും പ്രഗ്നൻ്റ് ആകുന്ന ഒരുപാട് പേരുണ്ട്. കാരണം സെമൻ എന്ന് പറയുന്നത് അതിന് നമ്മൾ വഴികാട്ടി കൊടുക്കേണ്ട ആവശ്യമില്ല. അത് കൃത്യമായിട്ട് ആ ഒരു പ്രോസസ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ 30 മിനിറ്റിനുള്ളിൽ അത് അകത്തേക്ക് പ്രവേശിച്ചിരിക്കും. അണ്ടം അവിടെ ഉണ്ടെങ്കിൽ ആ ഒരു സമയം മതി അവിടെ പ്രഗ്നൻസി ആകാനായിട്ട്. ഹെൽത്തി ആയിട്ടുള്ള ഒരു പുരുഷൻ്റെ സ്പേമിന് നമ്മൾ ഇതെല്ലാം സപ്പോർട്ട് കൊടുക്കേണ്ട യാതൊരു ആവശ്യവുമില്ല. പക്ഷേ നിങ്ങൾ ഫെർട്ടിലിറ്റി ട്രീറ്റ്മെൻറ്റുകൾ എടുക്കുന്നവരാണെങ്കിൽ, പ്രഗ്നൻസി ഒരുപാട് നാളുകളായിട്ട് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നവരാണെങ്കിൽ ഒന്ന് ശരീരത്തിനെ സപ്പോർട്ട് ചെയ്യുക. അത്രയും വിചാരിച്ചിട്ട് നിങ്ങളിത് ചെയ്താൽ മതിയായിരിക്കും കേട്ടോ. ഇത്രയേ ഉള്ളൂ വീഡിയോ. യൂസ്ഫുൾ ആയി കാണുമെന്ന് വിശ്വസിക്കുന്നു. യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻസിൽ ചോദിക്കുക. പണ്ടത്തെ വീഡിയോയ്ക്ക് കമൻസ് ഇടുന്നവർക്ക് റിപ്ലൈ ലഭിക്കുന്നില്ലെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ ഏത് വീഡിയോ ആണോ അപ്ലോഡ് ചെയ്യുന്നത് അതിന് താഴെ കമൻറ്റ് ഒന്ന് കോപ്പി പേസ്റ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അതുപോലെ ഓവുലേഷൻ ഡേറ്റ് കാൽക്കുലേറ്റ് ചെയ്ത് തരാനായിട്ട് റിക്വസ്റ്റ് ചെയ്യുന്ന ആളുകൾ എത്രയാണോ സൈക്കിൾ ലെങ്ത് അത് മെൻഷൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. സൈക്കിൾ ലെങ്ത് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് ഓരോ മാസവും എത്ര ദിവസം കൂടുമ്പോഴാണോ ബ്ലീഡിങ് വരുന്നത് അതാണ് സൈക്കിൾ ലെങ്ത്. കഴിഞ്ഞ മാസം ഒരു 8-ാം തീയതിയാണ് ബ്ലീഡിങ് ആയതെങ്കിൽ ഈ മാസം 6-ാം തീയതിയാണ് ബ്ലീഡിങ് ആയതെങ്കിൽ കഴിഞ്ഞ മാസം 8-ാം തീയതി മുതൽ ഈ മാസം 6-ാം തീയതി വരെ എത്ര ദിവസമുണ്ടോ അത് കാലണ്ടറിൽ എണ്ണി തിട്ടപ്പെടുന്നതാണ് നിങ്ങളുടെ സൈക്കിൾ ലെങ്ത്. സൈക്കിൾ ലെങ്ത് നമ്മൾ കൃത്യമായിട്ട് കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഓവുലേഷൻ ഡേറ്റ് എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ആപ്ലിക്കേഷൻസും ഒരുപാട് ഓൺലൈൻ ആയിട്ടുള്ള വെബ്സൈറ്റുകളും ഇന്ന് നമുക്ക് അവൈലബിൾ ആണ്. പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ ട്രാക്കർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആപ്ലിക്കേഷൻസ് കിട്ടും. അത് പറ്റുന്നില്ല എങ്കിൽ ഗൂഗിളിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ കാൽക്കുലേറ്റർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വെബ്സൈറ്റുകൾ നിങ്ങൾക്ക് കിട്ടും. അതിൽ നിങ്ങളുടെ ലാസ്റ്റ് മന്തിലെ മെൻസ്ട്രേഷൻ്റെ ഡേറ്റും ഒപ്പം ഞാൻ ഈ പറഞ്ഞ രീതിക്ക് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന സൈക്കിൾ ലെങ്ത്തും എൻ്റർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഓവുലേഷൻ ഡേറ്റ് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ഫെർട്ടൈൽ ടൈം പീരീഡും നിങ്ങൾക്ക് കിട്ടും. അതായത് എത്ര ദിവസം മുതൽ കോൺടാക്ട് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ പ്രഗ്നൻ്റ് ആകും എന്നുള്ളൊരു ഡേറ്റും നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് കിട്ടും കേട്ടോ. ഇത് കാൽക്കുലേറ്റ്
കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത്, സൈക്കിൾ ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ആ ഒരു കലണ്ടറിൽ നോക്കി തന്നെ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുക. പല മാസങ്ങളിലും 30-31 ദിവസമുണ്ട്, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ഒപ്പം നിങ്ങൾക്ക് ബ്ലീഡിങ് തുടങ്ങിയ ദിവസത്തിന് വേണം നിങ്ങൾ ഡേ 1 ആയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. സ്പോട്ടിങ് തുടങ്ങിയ ദിവസത്തിനെ, അതായത് ചെറുതായിട്ട് ഡിസ്ചാർജ് പോയി തുടങ്ങിയ ദിവസത്തിനെ നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യം ഇല്ല കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.